തുടങ്ങാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിന്ന് ശബ്ദവും പ്രകാശമാണ് നോക്കുന്നത്. ശബ്ദത്തിനെ കുറിച്ച് എന്താണ് അറിയാവുന്നത്? ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്യൂസ്റ്റിക്സ്. സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ഓക്കെ. പിന്നെ ശബ്ദം എങ്ങനെയാണ് ഉണ്ടാകാൻ കാരണം എന്തുവാണ്? വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകാൻ കാരണം. പിന്നെ ശബ്ദം ഒരു അനുദൈർഘ്യ തരംഗമാണ്. മാധ്യമത്തിന്റെ ആവശ്യം ആണ്. ഒരു മാധ്യമം ആവശ്യമാണ്. ഏതൊരു മാധ്യമത്തിലും താപം വർദ്ധിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും? അതിലൂടെയുള്ള ശബ്ദവേഗവും വർദ്ധിക്കും. താപം കൂട്ടുമ്പോൾ സൗണ്ടിന്റെ ഇത് കൂടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏത് മാധ്യമത്തിലാണ് ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ? ഖരപദാർത്ഥങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പോൾ SCERT ടെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ട് 20 ഡിഗ്രി സെൽഷ്യസിലെ ശബ്ദവേഗമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അലുമിനിയത്തിലാണ് ഖരപദാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ശബ്ദവേഗത ഉള്ളത്. അതേതാണ്? 6420 ആണ് അതിന്റെ മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത സ്റ്റീലിൽ എത്രയാണ്? 5941. ഇനി ദ്രാവകത്തിലാണ് അടുത്ത് വേഗത കൂടുതൽ. അപ്പൊ അതിൽ ശുദ്ധജലത്തിൽ എത്രയാണ് വേഗത? 1482 മീറ്റർ പെർ സെക്കൻഡും. കടൽ ജലത്തിൽ എത്രയാണ്? 1522 മീറ്റർ പെർ സെക്കൻഡും ആണ്. അടുത്ത് വാതകത്തിലാണ് ഏറ്റവും കുറവ് ശബ്ദവേഗതയുള്ളത്. വായുവിൽ എത്രയാണ്? 343. പിന്നെ ഹീലിയത്തിന് എത്രയാണ്? 965. ഇനി ഒന്നുകൂടെ പറയണ്ടല്ലോ. ഹരത്തിലാണ് ഏറ്റവും കൂടുതൽ, അലുമിനിയത്തിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അതെത്രയാണ്? 6420 മീറ്റർ പെർ സെക്കൻഡും. ഏറ്റവും കുറവ് വായുവിലാണ്. അതെത്രയാണ്? 343 മീറ്റർ പെർ സെക്കൻഡും ആണ്. ഇനി ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപതനം പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന എവിടെയൊക്കെയാണ്? അല്ല, ഫോൺ, ഹോൺസില്, പിന്നെ ട്രംപറ്റ്സില്, നാദസ്വരം, സ്റ്റെതസ്കോപ്പില് എല്ലാം എന്തുണ്ട്? ആവർത്തന പ്രതിപതനം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ ആവർത്തന പ്രതിപതനം നമുക്ക് നന്നായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഹോളുകളുടെയൊക്കെ സീലിംഗ് വളച്ച് നിർമ്മിക്കുന്നത്. പിന്നെ ഇനി നമുക്കൊരു ശ്രവണ സ്ഥിരതയുണ്ടല്ലേ? കുറച്ച് സമയത്തേക്ക് നമുക്ക് ചെവിയിൽ വന്ന് പതിച്ച് നമുക്ക് ഉടനെ അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല. അപ്പൊ ആ ഒരു ശബ്ദം ചെവിയിലുണ്ടാവുന്ന ശ്രവണ അനുഭവം എത്ര സെക്കൻഡ് സമയത്തേക്ക് നിൽക്കും? 1/10 സെക്കൻഡ് സമയത്തേക്ക് എന്ത് ചെയ്യും? ചെവിയിൽ തങ്ങി നിൽക്കും. അതാണ് ശ്രവണ സ്ഥിരത എന്ന് പറയുന്നത്. ഇനി ചെവിയുടെ ഒരു പ്രത്യേകത കൂടെ, ചെവിയുടെ അല്ല, ശബ്ദത്തിന്റെ ഒരു പ്രത്യേകതയാണ് അനുരണനം അല്ലെങ്കിൽ റിവർബറേഷൻ എന്ന് പറയുന്നത്. റിവർബറേഷൻ, അനുരണനം എന്തുവാണ്? ആവർത്തന പ്രതിപതനത്തിന്റെ ഫലമായി തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കമാണ് അനുരണനം. അപ്പൊ അത് എവിടെ നമുക്ക് ഓർമ്മ വരും? നമ്മൾ മറ്റേ ട്യൂണിങ് ഫോർക്ക് അടിച്ചിട്ട് കയ്യിൽ വെക്കുമ്പോൾ ഒരു വൈബ്രേഷൻ പോലെ ആ ഒരു ഫീലിംഗ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അനുരണനം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത പറയുന്നത് എക്കോ അല്ലെങ്കിൽ പ്രതിധ്വനി. ഇത് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാണ്. ആദ്യം ശബ്ദം ശ്രവിച്ചതിന് ശേഷം അതേ ശബ്ദം വീണ്ടും എന്ത് ചെയ്യും? പ്രതിപദിച്ച് വീണ്ടും നമ്മളെ കേൾക്കുന്നതിനെയാണ് പ്രതിധ്വനി എന്ന് പറയുന്നത്. അപ്പൊ പ്രതിധ്വനി കേൾക്കണമെങ്കിൽ പ്രതിപതന തലം എത്ര ദൂരമെങ്കിലും വേണം? ചുരുങ്ങിയത് 17 മീറ്റർ എങ്കിലും ദൂരത്തിലായിരിക്കണം. അതിൽ കൂടുതൽ അകലത്തിലായിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് കേൾക്കാൻ പറ്റൂ? എക്കോ കേൾക്കാൻ പറ്റൂ. ഇനി മനുഷ്യന്റെ ഒരു ശ്രവണ പരിധി ഉണ്ടല്ലേ? മനുഷ്യൻ എത്ര മുതൽ എത്ര വരെയാണ് കേൾക്കാൻ? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സിനിടയിലുള്ള ഒരു ശബ്ദമാണെങ്കിൽ മാത്രമേ ആർക്ക് കേൾക്കാൻ പറ്റൂ? മനുഷ്യന് കേൾക്കാൻ പറ്റൂ. അപ്പൊ 20 ഹെർട്സിന് താഴെയുള്ള ശബ്ദങ്ങൾ എന്തോന്ന് പറയും? ഇൻഫ്രാസോണിക് സൗണ്ട് എന്നും. 20,000 ഹെർട്സിന് മുകളിലുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് സൗണ്ട് എന്നും പറയും. അപ്പൊ ഈ അൾട്രാസോണിക് സൗണ്ട് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? സർപ്പിൾ ആകൃതിയിലുള്ള കുഴലുകള്, പിന്നെ ആകൃതിയില്ലാത്ത ഇത് തുടങ്ങിയവയുള്ള യന്ത്രഭാഗങ്ങള്, ഇലക്ട്രോണിക് ഘടകങ്ങള്, ഇവയൊക്കെ വൃത്തിയാക്കാൻ എന്ത് യൂസ് ചെയ്യും? അൾട്രാസോണിക്. പിന്നെ വലിയ ലോഹഭാഗങ്ങൾക്കിടയിൽ എന്തെങ്കിലും വിള്ളലോ പൊട്ടലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനും എന്തുപയോഗിക്കും? ഈ തരംഗങ്ങൾ ഉപയോഗിക്കും. പിന്നെ അൾട്രാസോണിക് തരംഗം ഉപയോഗിച്ച് ഹൃദയത്തിന്റെ ചിത്രം എടുക്കുന്ന സംവിധാനമാണ് എന്തോന്ന്? എക്കോ കാർഡിയോഗ്രാഫി. പിന്നെ ഇത് ഉപയോഗിച്ച് എന്തും ചെയ്യും? വൃക്ക, കരള്, പിത്തസഞ്ചി, ആന്തരാവയവങ്ങളിൽ ഇവരുടെ ചിത്തം എന്ത് ചെയ്യുന്നുണ്ട്? എടുക്കുന്ന സംവിധാനമാണ്.
പിന്നെ ജലത്തിനടിയിലുള്ള വസ്തുക്കളുടെ അകലം നിർണ്ണയിക്കാൻ എന്ത് യൂസ് ചെയ്യും? ഈ അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിക്കും. അതിലൊന്നാണ് നമുക്ക് എന്ത് പറയാം? സോണാർ. സോണാർ എന്തുവാണ്? സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. പിന്നെ ഈ അൾട്രാസോണിക് ശബ്ദം ഉപയോഗിച്ച് ഇര പിടിക്കുന്ന ഒരു ജീവിയാണ് വവ്വാൽ. അപ്പൊ ഇത്രയും പറഞ്ഞത് ഓർക്കാലോ എന്തോ ശബ്ദത്തിനെ കുറിച്ച് പറഞ്ഞു. ശബ്ദം ഒരു അനുദൈർഘ്യ തരംഗമാണെന്നും മാധ്യമ ആവശ്യമുണ്ടെന്നും ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് എവിടെയാണെന്നും പറഞ്ഞു. ഖരപദാർത്ഥങ്ങളിൽ അലുമിനിയത്തിലാണെന്നും ഏറ്റവും വേഗത കുറവ് പിന്നെ എവിടെയാണ്? വായുവിലാണെന്നും പറഞ്ഞു. പിന്നെ ശ്രവണ സ്ഥിരതയെ കുറിച്ച് പറഞ്ഞു. എത്ര സെക്കൻഡാണ്? 1/10 സെക്കൻഡ് ആണെന്ന് പറഞ്ഞു. പിന്നെ എന്തുവാണ് പറഞ്ഞത്? റിവർബേഷൻ അനുരണനത്തിനെ പറ്റി പറഞ്ഞു. മുഴക്കം ശബ്ദമാണ് പിന്നെ എക്കോയും പ്രതിധ്വനിയെ കുറിച്ച് പറഞ്ഞു. 17 മീറ്റർ എങ്കിലും ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ എക്കോ കേൾക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് അൾട്രാസോണിക് ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. 20-ൽ താഴെ ഇൻഫ്രാസോണിക്കും 20,000-ന് മുകളിൽ അൾട്രാസോണിക് സൗണ്ടിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഉപയോഗങ്ങളെ കുറിച്ച് പറഞ്ഞു. സോണാറിനെ കുറിച്ച് പറഞ്ഞു. അടുത്ത് ശബ്ദം ഉണ്ടാക്കാൻ കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞു വസ്തുക്കളുടെ കമ്പനമാണ്. ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിപ്പിച്ചാൽ കമ്പനം ചെയ്യുന്ന ആവൃത്തി എന്തുവാണ്? സ്വാഭാവിക ആവൃത്തിയാണ്. ആവൃത്തിയുടെ യൂണിറ്റ് എന്തുവാണ്? ഹെർട്സ്. കേൾക്കുന്ന ശബ്ദത്തിന്റെ കൂർമത എന്തെന്ന് പറയും? സ്ഥായി. എത്ര ഇതിലാണ് നമ്മൾ പറയൂലേ എത്ര പിച്ചിലാണ് പാടുന്നത് അങ്ങനെയൊക്കെ. അടുത്ത് കേൾക്കുന്ന ശബ്ദത്തിന്റെ കൂർമതയാണ് സ്ഥായി അല്ലെങ്കിൽ പിച്ച്. സ്ഥായി ആശ്രയിച്ചിരിക്കുന്നത് ആരെയാണ്? ശബ്ദത്തിന്റെ ആവർത്തിയാണ്. ശബ്ദം ഉണ്ടാവുന്ന കേൾവി അനുഭവത്തിന്റെ അളവാണ് ഉച്ചത. കേൾവി അനുഭവത്തിന്റെ അളവാണ് ഉച്ചത. ഈ ഉച്ചത ആരെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു? കമ്പനത്തിന്റെ ആയതിയെയും കേൾവിയുടെ ഗ്രാഹ്യതയും ചെവിയുടെ ഗ്രാഹ്യതയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇനി ഉച്ചത അളക്കുന്ന യൂണിറ്റ് എന്തുവാണ്? ഡെസിബൽ. അതിന്റെ ഉപകരണോ? ഡെസിബൽ മീറ്റർ. ഇനി ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന ശബ്ദം എന്തിനു മുകളിലായിരിക്കും? ഡെസിബലിൽ കൂടുതലുള്ളതാണ് ചെവിക്ക് വേദന ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ സാധാരണ സംസാരിക്കുന്നത് ഏത് മുതൽ ഏത് വരെ ആയിരിക്കും? 40 മുതൽ 60 വരെ ഡെസിബലിന് അകത്തായിരിക്കും. ഇനി നമുക്ക് നായക്ക് കേൾക്കാൻ പറ്റുന്നതും മനുഷ്യന് കേൾക്കാൻ പറ്റാത്തതുമായ ഒരു ശബ്ദമുണ്ട്. ഗാൾട്ടൻ വിസിലിന്റെ ശബ്ദമാണ് നമുക്ക് കേൾക്കാൻ പറ്റാത്തത്. അതിന്റെ ആവൃത്തി അപ്പൊ എത്രയായിരിക്കും? 20,000 ഹെർട്സ്. 20,000-ന് മുകളിലല്ലേ, അതുകൊണ്ടാണ് കേൾക്കാൻ പറ്റുന്നത്. പിന്നെ ഈ അൾട്രാസോണിക് സൗണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ജീവി നമ്മൾ നേരത്തെ പറഞ്ഞു വവ്വാൽ. അതുപോലെ തന്നെ ഭൂകമ്പമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു തരംഗം ഉണ്ടാവും. അതെന്തുവാണ്? ഇൻഫ്രാസോണിക് സൗണ്ട് ആണ്. സീസ്മിക് തരംഗം ഉണ്ടാവും. അതെന്തുവാണ്? ഇൻഫ്രാസോണിക് ആണ്. അപ്പൊ ശബ്ദം നമ്മൾ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. അടുത്ത പ്രകാശത്തിലോട്ട് പോവാം. പ്രകാശം എന്തുവാണ്? ഒരു നിശ്ചിത ആവൃത്തിയുള്ള വൈദ്യുത കാന്തിക തരംഗങ്ങളാണ് എന്തോന്ന്? പ്രകാശം. നിശ്ചിത ആവൃത്തിയുള്ള വൈദ്യുത കാന്തിക തരംഗങ്ങളാണ് പ്രകാശം. ഇനി പ്രകാശത്തിന് സഞ്ചരിക്കാൻ ആദ്യം ആവശ്യമുണ്ടോ? ആവശ്യമില്ല. പ്രകാശം എന്ത് തരം തരംഗമാണ്? അനുപ്രസ്ഥ തരംഗങ്ങളാണ്. ഇത് കണ്ടെത്തിയത് ആരാണ്? അഗസ്റ്റിൻ ഫ്രണലാണ് ഇത് കണ്ടെത്തിയത്. ഇനി പ്രകാശത്തെ കുറിച്ചുള്ള പഠനം എന്തുവാണ്? ഓപ്റ്റിക്സ്. ശബ്ദത്തെ കുറിച്ചുള്ള പഠനം അക്വസ്റ്റിക്സ്. ഇനി സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ ആവശ്യമായ സമയം 20 സെക്കൻഡ്. ഓക്കെ. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശമാണെങ്കിലോ 1.3 സെക്കൻഡ് ആണ്. ഇനി എവിടെയാണ് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത്? ശൂന്യതയിലാണ് ഏറ്റവും കൂടുതൽ വേഗത. ശൂന്യതയിൽ കൂടെ സഞ്ചരിക്കൂല. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗം ഉള്ളത് ശൂന്യതയിലാണ്. അത് എത്രയാണ്? 3.8 മീറ്റർ പെർ സെക്കൻഡ്. ഇത് കണ്ടെത്തിയത് ആരാണ്? ലിയോൺ ഫുക്കോൾട്ട്. ഇനി പ്രകാശ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ മാധ്യമം ശൂന്യത. കാരണം ഏറ്റവും സ്പീഡിൽ പോകുന്നതുകൊണ്ട് എന്താണ്? സാന്ദ്രത കുറവായിരിക്കും. അതിന് ഏറ്റവും കുറഞ്ഞ മാധ്യമം പ്രകാശ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം വജ്രം. അപ്പൊ പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടുതൽ വജ്രത്തില്. ഇനി വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം എന്തുവാണ്? പ്രതിപതനമാണ്. മാത്രമല്ല കാന്തിക കോണ് ഏറ്റവും ചെറുതായതുകൊണ്ടാണ്
വജ്രത്തിന് ഇത്രയും തിളക്കത്തിന് കാരണം. ഇനി പ്രകാശത്തിന്റെ അടിസ്ഥാന ഘടകമായ ക്വാണ്ടം അറിയപ്പെടുന്നത് എന്തുവാണ്? ഫോട്ടോണാണ്. പ്രകാശത്തിന്റെ അടിസ്ഥാന ഘടകമായ എന്തുവാണ്? ക്വാണ്ടം അറിയപ്പെടുന്നത് ഫോട്ടോൺ എന്നാണ്. ഇനി പ്രകാശത്തെക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു ഉണ്ട്, എന്തുവാണ്? ടാക്യോൺസ്. ഈ ടാക്യോൺസിനെ കണ്ടുപിടിച്ചത് ആരാണ്? ECG സുദർശൻ. ടാക്യോൺസിനെ കണ്ടെത്തിയത് ECG സുദർശനാണ്. ഇനി ഞാൻ പ്രകാശത്തെ വഹിക്കുന്നു എന്നർത്ഥം വരുന്ന ഒരു മൂലകമുണ്ട്, അതെന്തുവാണ്? ഫോസ്ഫറസ്. ഇനി കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം മഞ്ഞയാണ്. മഞ്ഞുള്ള പ്രദേശങ്ങളിൽ മോട്ടോർ വാഹനങ്ങളിൽ മഞ്ഞയാണ് ഉപയോഗിക്കുന്നത്, ഹെഡ്ലൈറ്റിൽ. ഇനി സയന്റിഫിക് ലബോറട്ടറികളിൽ അപകടത്തെ സൂചിപ്പിക്കുന്ന മഞ്ഞ. സാധാരണ അപകടത്തെ സൂചിപ്പിക്കാൻ ചുവപ്പല്ല ഉപയോഗിക്കണം, പക്ഷെ സയന്റിഫിക് ലബോറട്ടറിയിൽ മഞ്ഞയാണ് യൂസ് ചെയ്യുന്നത്. ഇനി പ്രകാശ വേഗത സ്വാധീനിക്കാനുള്ള ഒരു മാധ്യമത്തിന്റെ കഴിവാണ് പ്രകാശ സാന്ദ്രത എന്ന് പറയുന്നത്. പ്രകാശ സാന്ദ്രത മറ്റൊരു വാക്ക് എന്തുവാണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. പ്രകാശ സാന്ദ്രത കൂടുമ്പോൾ പ്രകാശ വേഗത എന്ത് ചെയ്യും? കുറയും. തിരിച്ച് പ്രകാശ സാന്ദ്രത കുറയുമ്പോൾ പ്രകാശ വേഗത കൂടുകയും ചെയ്യും. അപ്പൊ ശൂന്യതയിൽ ഉള്ള വേഗത എത്രയാണ്? നമ്മൾ പറഞ്ഞു 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. അപ്പൊ ജലത്തിൽ എത്തുമ്പോൾ 2.25 × 10⁸ മീറ്റർ/സെക്കൻഡ് കുറഞ്ഞു. അടുത്ത ഗ്ലാസ്സിൽ എത്തുമ്പോൾ വീണ്ടും കുറയും, 2 × 10⁸ മീറ്റർ/സെക്കൻഡ്. അടുത്ത വജ്രത്തിൽ എത്തുമ്പോൾ വീണ്ടും കുറയും, 1.5 × 10⁸ മീറ്റർ/സെക്കൻഡ്. അപ്പൊ ശൂന്യതയിലെ വേഗത 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ജലത്തിലെ വേഗത എത്രയാണ്? 2.25 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഗ്ലാസ്സിലെത്തിയപ്പോൾ എത്രയായി? 2 × 10⁸ മീറ്റർ/സെക്കൻഡ്. വജ്രത്തിലെത്തിയപ്പോൾ 1.25 × 10⁸ മീറ്റർ/സെക്കൻഡ്. അപ്പോൾ അതിൻ്റെ എന്തുവാണ്? ഇപ്പോൾ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ സിമ്പൽ ഇട്ട് ഇത് ചോദിക്കാം, അങ്ങനെ എഴുതണം. വായു, ജലം, ഗ്ലാസ്, വജ്രം, അതിലാണ് വേഗത കുറഞ്ഞു പോകുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസങ്ങളെ കുറിച്ചാണ്. പ്രകാശത്തിൽ ഒരുപാട് പ്രതിഭാസങ്ങൾ സംഭവിക്കും. അപ്പോൾ ഒന്നാമത്തത് അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ എന്ത് സംഭവിക്കും? പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കും. പ്രകാശത്തിന്റെ ഈ പ്രതിഭാസത്തെ എന്തോന്ന് പറയും? അപവർത്തനം എന്ന് പറയും. ഇത് നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ സ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിച്ചാണ്. ഒരു സ്കെയിലിനെ ഗ്ലാസ്സിലെ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ വെള്ളത്തിനകത്തിരിക്കുന്ന ഭാഗം എന്തായിട്ട് അത് വേറൊരു മാധ്യമമല്ലേ, അപ്പോൾ അതൊരു ചരിഞ്ഞിരിക്കുന്നതായിട്ട് തോന്നും. അതെന്തുവാണ്? അത് ഈ അപവർത്തനത്തിന്റെ റിയാക്ഷനാണ്. പിന്നെ മരീചിക, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത്, സൂര്യോദയത്തിന് മുമ്പും സൂര്യോദയത്തിന് ശേഷവും എന്ത് കാണും? ചക്രവാളത്തിൽ സൂര്യന്റെ ഇത് കാണാൻ കഴിയുന്നത് ഇതുകൊണ്ടാണ്? അപവർത്തനം കാരണമാണ്. അപ്പൊ അപവർത്തനം കിട്ടി. അടുത്ത പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേർഷൻ. എന്തുവാണ്? പ്രകാശം അതിന്റെ ഘടകവർണ്ണം ഏതാണ്? വിബ്ജിയോർ ആയിട്ട് മാറുന്നത് ആ പ്രതിഭാസമാണ് പ്രകീർണനം. ധവള പ്രകാശത്തിലെ വിവിധ വർണ്ണങ്ങൾക്ക് വ്യത്യസ്ത അപവർത്തനം സംഭവിക്കുന്നതുകൊണ്ടാണ് എന്ത് സംഭവിക്കണം? പ്രകീർണനം സംഭവിക്കുന്നത്. അപ്പൊ അതിലെ ചുവപ്പ് നിറം എത്ര കോണിലായിരിക്കും? 42.8 ഡിഗ്രി സെൽഷ്യസും. വയലറ്റ് എത്രയാണ്? 40.8 ഡിഗ്രി സെൽഷ്യസിലാണ് എന്ത് ചെയ്യുന്നത്? 42.8 ഡിഗ്രിയിലാണ്, കോണളവിലാണ് എന്ത് ചെയ്യുന്നത്? അത് അപവർത്തനം സംഭവിക്കുന്നത്. അപ്പോഴാണ് പ്രകീർണനം ഉണ്ടാകുന്നത് നമ്മൾ പറയും. അടുത്ത വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിംഗ് എന്താണ്? പ്രകാശത്തിന്റെ മാധ്യമത്തിലെ കണങ്ങളിൽ തട്ടി സംഭവിക്കുന്ന ക്രമരഹിതവും ഭാഗികവുമായ ദിശാവ്യതിയാനമാണ് എന്തോന്ന്? വിസരണം. സ്കാറ്ററിംഗ് അല്ലെങ്കിൽ നമ്മൾ പറയൂലേ സാധനങ്ങളൊക്കെ സ്കാറ്റർ ചെയ്തെടുക്കുക, അതാണ്. ഇങ്ങനെ പ്രകാശം തട്ടി എന്ത് ചെയ്യും? കണങ്ങളിലൊക്കെ തട്ടി ആകെ ക്രമരഹിതമായിട്ട് പോകുന്നതാണ്, അതാണ് വിസരണം എന്ന് പറയും. അടുത്തുള്ളത് നീല നിറത്തിനൊക്കെ. കടലിലെ നീല നിറം CV രാമനാണ്, അദ്ദേഹത്തിന് അതിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അടുത്ത് പറയുന്നത് ഡിഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഭംഗനം. എന്തുവാണ് ഡിഫ്രാക്ഷൻ? ഒരു അതാര്യ വസ്തുവിനെ ചുറ്റി പ്രകാശം വളഞ്ഞു സഞ്ചരിക്കുന്ന പ്രതിഭാസമാണ് വിഭംഗനം അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ. അതായത് നമ്മളെ CD ഉണ്ടല്ലോ, CD-യിൽ ആ വർണ്ണരാജിക്ക് കാരണം നിഴലുകൾ അതിൻ്റെ അരിക് ക്രമരഹിതമായി കാണുന്നത്, പിന്നെ സൂര്യന് ചുറ്റും ഒരു വലയം കാണുന്നത്, ഇതെല്ലാം എന്ത് കാരണമാണ്? ഡിഫ്രാക്ഷൻ മൂലമാണ്.
അടുത്ത പ്രതിഭാസം ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം? പ്രകാശരശ്മികൾ സോഡിയം പൊട്ടാസ്യം പോലുള്ള മൃദുലോഹങ്ങളുടെ എന്ത് ചെയ്യും, മുകളിൽ തട്ടുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഇലക്ട്രോൺസ് ഉത്സർജിക്കും, പുറത്തോട്ട് വരും. അതാണ് എന്താണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം എന്ന് പറയുന്നത്. ഇത് ആവിഷ്കരിച്ചത് ആരാണ്? ഹെൻറിച്ച് ഹെർട്സ് ആണ്. ഹെൻറിച്ച് ഹെർട്സ്. ഇതിന് വിശദീകരണം നൽകിയത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. പിന്നെ സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം എന്തുവാണ്? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവമാണ്. സോളാർ സെല്ലിൽ എന്ത് സംഭവിക്കുന്നു? പ്രകാശോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. അടുത്ത പൂർണ്ണാന്തര പ്രതിപതനം. എന്താണ് പൂർണ്ണാന്തര പ്രതിപതനം? പ്രകാശരശ്മി പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണിൽ പ്രകാശരശ്മി പ്രകാശിക്കുമ്പോൾ എന്ത് ചെയ്യും? രശ്മി അപവർത്തനത്തിന് വിധേയമാവും, ആ മാധ്യമത്തിലേക്ക് തന്നെ എന്ത് ചെയ്യും? പ്രതിപതിക്കും. അതാണ് പൂർണ്ണാന്തര പ്രതിപതനം. ഇതാണ് എന്തിനും? വജ്രത്തില് തിളക്കത്തിന് കാരണം ഇതുകൊണ്ടാണ്. അപ്പോൾ ഈ പൂർണ്ണാന്തര പ്രതിപതനം ഉപയോഗിച്ചിരിക്കുന്ന എവിടെയൊക്കെയാണ്? എൻഡോസ്കോപ്പില്, പിന്നെ ഒപ്റ്റിക്കൽ ഫൈബറുകളിൽ അത് ഉപയോഗിച്ചിട്ട് പിന്നെ വൈദ്യരംഗത്ത് ഒരുപാട് നടത്തുന്നുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് റെയിൻ സെൻസറുകളിലും യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത് പ്രകാശത്തിന്റെ പ്രതിഭാസങ്ങളാണ്. ആദ്യം പറഞ്ഞത് അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ, രണ്ടാമത് പറഞ്ഞത് പ്രകീർണനം, പിന്നെ വിഭംഗനം, പിന്നെ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം, പൂർണ്ണാന്തര പ്രതിപതനം. പിന്നെ ഇനി പറയുന്നത് പ്രകാശത്തിന്റെ പ്രാഥമിക വർണ്ണങ്ങളും ദ്വിതീയ വർണ്ണങ്ങളും. ഇത് പഠിക്കാനുള്ള ഒരു എളുപ്പ കോഡ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പൊ പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? പച്ച, നീല, ചുവപ്പ്. പനിച്ചു എന്ന് പഠിച്ചാലും മതി. അപ്പൊ പച്ച, നീല, ചുവപ്പ് കിട്ടും. ഇനി ഈ പ്രൈമറി നിറങ്ങൾ കൂടി ചേരുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ദ്വിതീയ വർണ്ണങ്ങൾ, സെക്കൻഡറി കളേഴ്സ് കിട്ടുന്നത്. അപ്പൊ പ്രൈമറി കളറായ റെഡും ഗ്രീനും കൂടെ ചേരുമ്പോൾ എന്ത് കിട്ടും? യെല്ലോ കിട്ടും. റെഡും ബ്ലൂവും കൂടെ ചേരുമ്പോൾ മജന്ത, ബ്ലൂവും ഗ്രീനും കൂടെ ചേരുമ്പോൾ സിയാൻ കിട്ടും. ഇനി സെക്കൻഡറി കളറും പിന്നെ അതിലില്ലാത്തൊരു പ്രൈമറി കളറും കൂടെ ചേരുമ്പോൾ എന്ത് കിട്ടും? ധവള പ്രകാശം അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റ് നമുക്ക് കിട്ടും. പിന്നെ ഇതിൽ നിന്ന് ചോദിക്കുന്ന മെയിനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോൾ ഒരു ലൈറ്റിൽ വയ്ക്കുമ്പോൾ എന്ത് കളർ കിട്ടുമെന്ന്. അപ്പം ബ്ലൂ ലൈറ്റിൽ ഒരു റെഡ് റോസിനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് കളറായിട്ട് കാണും? ബ്ലാക്ക് കളറായിട്ട് കാണപ്പെടും. ഇനി ഒരു റെഡ് ലൈറ്റിൽ ഗ്രീൻ ലീഫിനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ബ്ലാക്ക് ആയിട്ട് കാണും. ഇനി ഗ്രീൻ ലൈറ്റിൽ യെല്ലോ ഫ്ലവറിനെ വെച്ചാൽ എന്ത് കാണും? ഗ്രീൻ ആയിട്ട് കാണും. ഇനി നമുക്ക് ഇതിൽ നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ വീക്ഷണ സ്ഥിരതയാണ്. നമ്മൾ നേരത്തെ ശബ്ദത്തിന്റെ സ്ഥിരത പറഞ്ഞു. ശ്രവണ സ്ഥിരത എത്രയാണ്? 1/10 സെക്കൻഡ്. വീക്ഷണ സ്ഥിരത എന്ന് പറഞ്ഞാൽ ഒരു ദൃശ്യാനുഭവം റെറ്റിനയിൽ എത്തേണ്ട സമയത്തിൽ എത്ര സമയം തങ്ങി നിൽക്കും എന്നുള്ളതാണ്. അത് 1/16 സെക്കൻഡ് ആണ് തങ്ങി നിൽക്കുന്നത്. എത്ര സമയം? 1/16 സെക്കൻഡ് തങ്ങി നിൽക്കും. പിന്നെ ന്യൂട്ടന്റെ വർണ്ണപമ്പരം വെള്ളയായി കാണുന്നതിനും വേഗത്തിൽ ചുഴറ്റുന്ന തീമ്പന്തത്തിന്റെ പാത വൃത്താകൃതിയിൽ കാണുന്നതിനൊക്കെ കാരണം എന്തുവാണ്? ഫാൻ കറങ്ങുമ്പോൾ വീൽസ് കാണാൻ പറ്റാത്തതിനൊക്കെ കാരണം വീക്ഷണ സ്ഥിരതയാണ്. അപ്പൊ വീക്ഷണ സ്ഥിരത എത്രയാണ്? 1/16 സെക്കൻഡ്. ശ്രവണ സ്ഥിരത 1/10 സെക്കൻഡ്. ഇനി പ്രതിധ്വനി ഉണ്ടാവാനുള്ള ദൂരം നമ്മൾ 17 മീറ്റർ. അതുപോലെ ഒരു വീക്ഷണം, ഒരു കാണാനുള്ള ഡിസ്റ്റൻസ് എത്ര വേണം? 25 സെന്റിമീറ്റർ എങ്കിലും ദൂരം വേണമെങ്കിലേ കാണാൻ പറ്റുള്ളൂ. കണ്ണിന്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വൃത്തിയായിട്ട് വായിക്കാൻ പറ്റില്ല. പിന്നെ അടുത്ത ഇതിൽ വരുന്നതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? വൈദ്യുത കാന്തിക വികിരണങ്ങളുടെ ഒരു സമൂഹമാണ് വൈദ്യുത കാന്തിക സ്പെക്ട്രം. അത് നമുക്ക് എളുപ്പം പഠിക്കാവുന്ന ഒരു കോഡുണ്ട്, GXUV-IMR. GXUV-IMR. അപ്പൊ അതിൽ G എന്തുവാണ്? ഗാമ റേ, എക്സ്റേ, UV അൾട്രാ വയലറ്റ്, വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ ദൃശ്യപ്രകാശം, I എന്തോ ഇൻഫ്രാറെഡ്, M മൈക്രോവേവ്സ്, R റേഡിയോ വേവ്സ്. അപ്പൊ എന്തുവാണ്? ഗാമ, എക്സ്റേ, UV, വിസിബിൾ, IR, മൈക്രോ, റേഡിയോ വേവ്സ്. ഇതിൽ ഏറ്റവും ഇടുങ്ങിയ ഭാഗം ഏതിലാണ് വരുന്നത്? നമ്മുടെ വിസിബിൾ ലൈറ്റ്, വിബ്ജിയോർ എന്ന് പറയുന്ന ലൈറ്റിലാണ് വരുന്നത്. അതിന്റെ ഇടുങ്ങിയ ഭാഗമാണ്. അത് എത്ര നാനോമീറ്റർ ആണ്? 400 മുതൽ 700 നാനോമീറ്റർ ആണ്.
പിന്നെ തരംഗ ദൈർഘ്യം ഏറ്റവും കൂടിയ നിറം ഏതാണ്? ചുവപ്പാണ്. ഏറ്റവും കുറവാണ് വയലറ്റ്. അതുപോലെ മഴവില്ലിന്റെ ഏറ്റവും പുറത്ത് കാണുന്നത് റെഡും അകത്തുള്ളത് വയലറ്റും ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ താപ ആഗിരണം ചെയ്യാൻ പറ്റുന്ന കറുപ്പ്. ഏറ്റവും താപ ആഗിരണം കുറവ് ചെയ്യുന്നത് വെള്ള നിറമാണ്. ഇനി ഒന്നിൽ കൂടുതൽ നിറങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന പ്രകാശത്തിന് എന്തോന്ന് പറയും? കോമ്പോസിറ്റ്, സമന്വിത പ്രകാശം അല്ലെങ്കിൽ കോമ്പോസിറ്റ് പ്രകാശം അല്ലെങ്കിൽ കോമ്പോസിറ്റ് ലൈറ്റ് എന്ന് പറയും. പിന്നെ പ്രകാശത്തിൽ നമുക്ക് കിട്ടുന്നതാണ് എപ്പോഴും ലേസർ ലൈറ്റ്. ലേസറിന്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. എന്തുവാണ്? ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. അതുപോലെ മെയ്സർ ചോദിച്ചിട്ടുണ്ട്. മെയ്സർ എന്തുവാണ്? മൈക്രോവേവ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. പിന്നെ വിദൂര വസ്തുക്കളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് റഡാർ. അപ്പൊ റഡാറിന്റെ ഫുൾ ഫോം എന്തുവാണ്? റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്. അപ്പൊ പ്രകാശത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഇതിൽ വരുന്ന മെയിൻ കാര്യങ്ങളാണ് ലെൻസും ദർപ്പണവും ഒക്കെ. അത് പുതിയൊരു ക്ലാസ്സിൽ എടുക്കാം.